ഈ മുജീബ്, ഈ MDMA വ്യാജ കേസിൽ ജയിലിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന ഈ റിദാൻ പിന്നീട് ഈ പറയുന്ന നിസാം എന്ന പേരുള്ള ഈ സ്വർണ്ണക്കടത്തുകാരനുമായി ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ തടഞ്ഞില്ലേ? അത്തരം പരിപാടികൾക്ക് പോകരുതെന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങൾക്ക് ഇത് അറിയില്ല. ഇവൻ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആളാണെന്നൊന്നും നമുക്ക് അന്നൊന്നും അറിയില്ല. ഇവരിപ്പം ജയിലിൽ നിന്ന് കൂട്ടുകൂടി ഈ ഫ്രണ്ട്സായി പുറത്തിറങ്ങിയപ്പം ഈ നിസാമിന് വേറെ എന്തോ ഒരു കച്ചവടം ഉണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത്. അല്ലാതെ കള്ളക്കടത്തുമായി ഉണ്ട് എന്നില്ല അറിയില്ലായിരുന്നു. പിന്നീട് ഇവനെ ഈ കൊരട്ടി പ്രശ്നത്തിൽ പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിൽ ഇവന് സ്വർണ്ണക്കള്ളക്കടത്താണ്, ഇവന് അതിൻ്റെ ആളാണെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അത് അറിഞ്ഞ ശേഷം റിദാൻ എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ കേസിൽ എൻ്റെ ഈ ആപ്പിൾ ഫോണിൽ കുറേ ആളുകളുടെ പിന്നെ പല രഹസ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്തായാലും പുറത്തു വിടും, ഞാൻ പല ആളുകളും ഇതിൽ കുടുങ്ങാനുണ്ട് എന്നൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ കാര്യമാക്കി എടുത്തിട്ടില്ല. ഈ സ്വർണ്ണക്കടത്തുമായി പോലീസിനുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണോ? പലതും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ ഈ ഇപ്പം MDMA കുറേ കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറേ ഇവനെ കുടുക്കിയിലുള്ള പല പ്രശ്നങ്ങളുള്ള അതുണ്ടാകാം. ഇതേമാതിരി തന്നെ ഇപ്പോൾ ഇവിടെ കൊരട്ടിയിൽ പോയ ഈ ഒരു ജയിലിൽ കടന്നതിൻ്റെ അതിൻ്റെ ഒരു വിഷയങ്ങൾ, ഈ സ്വർണത്തിൻ്റെ പറ്റിയുള്ള കുറേ വിഷയങ്ങൾ അതിൻ്റെ ഉണ്ടാകാം. ഇതൊക്കെയാണ് അതിലുണ്ട് എന്ന് അന്ന് അവൻ എന്നോടും പറഞ്ഞ് അവൻ്റെ ഭാര്യനോടൊക്കെ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഞാൻ പുറത്ത് വിടും, ആരും ഞാൻ വിടില്ല എന്നൊക്കെ. അതേമാതിരി തന്നെ എനിക്ക് കുറേ ശത്രുക്കൾ ഉണ്ട് എന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മളിതൊക്കെ വലിയൊരു സീരിയസ് ആക്കി എടുക്കാതെ ആ ഒരു രീതിയിൽ പോവുകയാണ് ഉണ്ടായത്. പക്ഷേ കൊലപാതകം നടക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു സീരിയസും ഇതിന്റെ ബാക്കിൽ പല ഉന്നതന്മാരുണ്ട് എന്ന് നമുക്ക് തോന്നുകയും അങ്ങനെ ഒരു സാഹചര്യപ്പെട്ടെ. മുജീബ് തുടരൂ പ്ലീസ്. അപ്പോൾ ഇതിലിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് ഇതിലിപ്പം നമ്മൾ വളരെയധികം വിശ്വസിച്ച് കണ്ടാണല്ലോ നമ്മൾ ഈ കേസിൽ എല്ലാ രീതിയിലും നമ്മൾ അവരുമായി സഹകരിക്കുന്നത്. ആ സഹകരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ഈ പോലീസ് നമുക്ക് തരേണ്ട ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറയാതെ നമ്മൾ ഈ കേസിനെ പറ്റി അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കോടതി കൊടുക്കുമ്പോൾ നിങ്ങളറിയും, അല്ലെങ്കിൽ കോടതി കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കോപ്പി വാങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കേസിനെ പറ്റി ഒരു രേഖയും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം ആ കേസ് കഴിഞ്ഞ് അവർ 150 160 സാക്ഷിമൊഴികൾ അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ആ സാക്ഷിമൊഴികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കേസ് നിലനിൽക്കൂല, ഇത് പൊട്ടിക്കാനുള്ള ഒരു കേസാണ് എന്ന് നമുക്ക് തോന്നുകയാണ് അത് വായിക്കുമ്പോൾ. ഈ മൊബൈലിനെ പറ്റിയൊന്നും അതിലൊരു വാക്ക് പോലും അതിലെഴുതിയിട്ടില്ല. മൊബൈൽ പുഴയിലേക്ക് എറിഞ്ഞു, അത് കിട്ടിയ ഒരു വേറൊരു ഫോണാണ്, അത് ഏതോ ഒരു കളവ് പോയ ഫോണാണ് പുഴയിൽ നിന്ന് കിട്ടുന്നത്. ആ ഫോണ് അതിൽ വെച്ച് ചെറിയൊരു എഴുത്ത് എഴുതി, ബാക്കിയൊന്നും ഈ തെളിവുകളൊക്കെ ഒന്നും എവിടെയില്ല. എന്തിനാണ് ഇവൻ കൊന്നത് അതും ഇവൻ്റെ FIR ഇതിലൊന്നും കാണിക്കുന്നില്ല. ഇവൻ തന്നെ കൊന്നതെന്ന് അവർ പറയുന്നു. അതിന് എന്താണ് കാരണം അത് ഇതിൽ എഴുതി ചേർക്കുന്നത് കാണുന്നില്ല. ഇതൊക്കെയാണ് വ്യക്തിവൈരാഗ്യമാണ് എന്നാണ് അന്ന് SP പറഞ്ഞത്. അതെ, അല്ല വ്യക്തിപരമായ ഓരോ വൈരാഗ്യം ആച്ചെങ്കിലും ആ വൈരാഗ്യത്തിനൊരു കാരണം ഉണ്ടാവൂലേ? അതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത. ശരി, ഞാൻ മടങ്ങി വരാം.